പിന്നെ സക്സസിനൊന്നും ഒരു ഡെഫിനേഷൻ ഇല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും മറ്റുള്ള ഒരു എന്താ പറയാ സുഖമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ സക്സസ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ തന്നെ. 90കളിൽ മഞ്ജു വാര്യർ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. മലയാള സിനിമയിലെ ഏക ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഞ്ജു വാര്യർ എന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ അഭിനേതാക്കളിൽ ഒരാളാണ്. മലയാള സിനിമാ ലോകത്ത് ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ നടിയാണ് മഞ്ജു വാര്യർ. ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും ഒക്കെ പിന്നിൽ പറഞ്ഞാൽ തീരാത്ത ഒട്ടുനവധി അത്യുഗ്രൻ കഥാപാത്രങ്ങളായും വിസ്മയിപ്പിച്ച മഞ്ജു വാര്യർ അന്നും എന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ്. 15 വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിലെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ്. ജീവിതത്തിന്റെ 2ാം വരവ് ആരംഭിച്ചിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിരവധി സ്ഥാപനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഇന്ന് മഞ്ജു. സർക്കാരിന്റെ പല സംരംഭങ്ങളുടെയും ബ്രാൻഡ് അംബാസിഡർ സ്ഥാനവും മഞ്ജു അലങ്കരിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് സിനിമ ചെയ്തില്ലെങ്കിലും വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനമനസ്സിൽ നിന്ന് താരങ്ങൾ അതിവേഗത്തിൽ മാഞ്ഞു പോകാറുണ്ട്. എന്നാൽ ചിലർ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ കൂടിയാണ് മഞ്ജു. വിവാഹമോചിതയായി 40കളോട് അടുക്കുന്ന സമയത്ത് സിനിമയിലേക്ക് തിരിച്ചു വരിക, നായക വേഷങ്ങൾ ചെയ്യാൻ മുതിരുക എന്നത് പലരും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായിട്ട് മഞ്ജു മാറിക്കഴിഞ്ഞു. തന്റെ തുടക്കകാലത്തും തന്റെ 2ാം വരവിലുമെല്ലാം മലയാളത്തിലെ നായകന്മാരിലെ മുൻനിരയിൽ താരം പിടിക്കാൻ മഞ്ജുവിന് ആയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ സജീവമായി അഭിനയിക്കുന്ന നടിമാരിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിക്കുന്ന നായിക നടി മഞ്ജു തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ നിരവധി ഫോളോവേഴ്സാണ് മഞ്ജുവിനുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് വൈറലാകാറുമുണ്ട്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സോഷ്യൽ മീഡിയയിൽ തന്റെ ഫോട്ടോകളുമായി എത്തുന്ന നടിയാണ് മഞ്ജു. പങ്കുവയ്ക്കുന്ന ഫോട്ടോകൾക്കൊപ്പം നൽകുന്ന ക്യാപ്ഷനാണ് പലപ്പോഴും ആകർഷണം നേടുന്നത്. അതുപോലെ ഇപ്പോൾ പങ്കുവച്ച ഫോട്ടോകളും ക്യാപ്ഷനും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും എന്തുകൊണ്ട് മഞ്ജുവിന് സാധിക്കുന്നു എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഈ ഒരു പോസ്റ്റ്. പ്രകൃതി ആസ്വദിക്കുന്ന വിധമുള്ള ഏതാനും ചിത്രങ്ങളാണ് മഞ്ജു പങ്കുവച്ചിരിക്കുന്നത്. ഒരു ഫോട്ടോയിലെ മുഖം വ്യക്തമല്ല, പിന്തിരിഞ്ഞു നിൽക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ തന്നെയാണ്. അതായത് ഷാഡോ ഫോട്ടോകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ഷമ സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധമായ രൂപങ്ങളിൽ ഒന്നെന്ന ക്യാപ്ഷനോടെയാണ് ഒരു ലവ് ഇമോജി നൽകിയിട്ടുണ്ട്. സ്നേഹം, ക്ഷമ, പരിശുദ്ധം എന്നിവയൊക്കെയാണ് ഹാഷ്ടാഗുകൾ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീയാണ് മഞ്ജു വാര്യർ. വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ 14 വർഷങ്ങൾ ക്യാമറ കണ്ണുകളിൽ നിന്ന് അകന്നു നിന്നു. ബന്ധം വേർപെടുത്തിയതിനു ശേഷം മകളെ അവളുടെ ഇഷ്ടത്തിന് അച്ഛനോടൊപ്പം വിട്ടു. തനിച്ചായി മഞ്ജു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിൽ കൂടുതൽ സജീവമായി. അവിടെയും വെല്ലുവിളികൾ നേരിട്ട് മുന്നോട്ട് തന്നെ മഞ്ജു എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്രയേറെ ക്ഷമയോടെ നിൽക്കാൻ സാധിക്കുന്നതെന്ന് എല്ലാവരുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത്. പരിശുദ്ധമായ സ്നേഹത്തിന് വേണ്ടി ക്ഷമിക്കുന്നതിനും തെറ്റില്ല. ക്ഷമ അതിന്റെ ഫലം നൽകുമെന്ന് മഞ്ജു തന്റെ ജീവിതം കൊണ്ട് കാണിച്ചതായിരുന്നു. മലയാള സിനിമകൾക്ക് പുറമെ ഇപ്പോൾ തമിഴകത്തും സജീവമാണ് താരം. എൽ2 എമ്പുരാനാണ് മഞ്ജുവിന്റേതായ ഏറ്റവും ഒടുവിൽ റിലീസായിട്ടുള്ള ചിത്രം. മിസ്റ്റർ എക്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടി പൂർത്തിയാക്കി. ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. അമ്രിക്ക് പണ്ഡിത് എന്ന ഹിന്ദി ചിത്രമാണ് നിലവിൽ മഞ്ജു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മഞ്ജു പങ്കുവച്ച ചിത്രങ്ങൾ ഞൊടിയിടയിലാണ് വൈറലായത്. മുഖം വ്യക്തമാക്കാതെ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള ചിത്രങ്ങളായിരുന്നു മഞ്ജു പങ്കിട്ടത്. എന്തായാലും മഞ്ജു പങ്കുവച്ച ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകൾക്കൊപ്പം തന്നെ മഞ്ജുവിന്റെ ഈ ഒരു ക്യാപ്ഷൻ ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. ക്ഷമ അധികമായാൽ അതും കുഴപ്പമാണ് എന്നാണ് പലരും പറയുന്നത്. ചില കമന്റുകൾ ഇങ്ങനെയാണ്: ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഐതിഹ്യം അറിയാം, ആശംസകൾ നേരാം, എന്നാൽ സഹിഷ്ണുതയെ ക്ഷമയായിട്ട് തെറ്റിദ്ധരിക്കുന്നതിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക. ക്ഷമ ഉള്ളിലെ പരദേശയാണ്, സഹിഷ്ണുത ഉള്ളിലെ നരകമാണ്. സന്തോഷത്തിന്റെ ഒരു ആന്തരിക കൊട്ടാരം സൃഷ്ടിക്കാൻ മനുഷ്യന് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷരതകളിൽ ഒന്നാണ് വൈകാരിക സാക്ഷരത എന്നാണ് ഒരാൾ ചിത്രത്തിന് താഴെ നൽകിയ കമന്റ്. മനോഹരമായി പറഞ്ഞിരിക്കുന്നു. ക്ഷമ എന്നത് തീർച്ചയായും സ്നേഹത്തിന്റെ ഒരു രൂപമാണ്. മറ്റുള്ളവരുടെ കരുതലും വിവേകവും കാണിക്കുന്നു. സമാധാനവും ശക്തമായ ബന്ധങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പുണ്യമാണിന്ന് എന്നായിരുന്നു മറ്റൊരു കമന്റ്. ശരിയാണ്, ക്ഷമ എന്നത് സമയം നൽകുന്ന കലയാണ്. നിഷ്ക്രിയമല്ല, അത് ദുർബലമല്ല, അത് ശക്തമായ ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രാഥമികവും മനസ്സിലാകുന്നതുമായ ഒരു ഹൃദയത്തിന് മാത്രമേ സാധ്യമാകൂ. അത് കാത്തിരിക്കുന്നു, കാണുന്നു, നിത്യതയുടെ മനോഹരമായ പ്രതിഫലനം എന്നായിരുന്നു മറ്റൊരു കമന്റ്.
90% മനുഷ്യർക്ക് ഇന്നില്ലാത്തതും അതാണ്. ആ ക്വാളിറ്റി ഉള്ള ഒരാളാണ് മഞ്ജു ചേച്ചി എന്നായിരുന്നു മറ്റൊരാള് കമന്റിലൂടെ വ്യക്തമാക്കിയത്. ഒരുപാട് ക്ഷമ കാണിച്ചാൽ നിങ്ങൾക്ക് പറ്റിയതുപോലെ എല്ലാവർക്കും സംഭവിക്കുമെന്ന് വേറൊരാളും പറയുന്നുണ്ട്. ഒരുപാട് ക്ഷമ കാണിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പിന്നീട് അത് ഒരു ബലഹീനതയെ കണക്കാക്കി മറ്റുള്ളവർക്ക് ഒരു നേട്ടമായി മാറരുത് എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. നിങ്ങളെ ഇഷ്ടമില്ലാത്തവർ വിട്ടുപോയത് നന്നായി, അതുകൊണ്ട് സമാധാനമില്ലേ കർമ്മ എന്നൊന്നുണ്ട്. ആർക്കുള്ള മെസ്സേജ് ആണ് അവർ അറിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒന്നുണ്ട്, ക്ഷമയ്ക്കും ഒരു പരിധി ഉണ്ടല്ലേ എന്നായിരുന്നു വേറൊരാൾ കമന്റ് ചെയ്തിരുന്നത്. എന്തായാലും ഈ കമന്റുകളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട്. മഞ്ജുവിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് മഞ്ജുവിന് ഇത്രയും നാള് പിടിച്ചു നിർത്തിയത് എന്നുള്ള ചോദ്യത്തിനെല്ലാം ഉത്തരം ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ദിലീപിനെ ഒളിയമ്പ് വയ്ക്കുന്ന പല കമന്റുകളും ഇതില് ഒളിഞ്ഞിരിപ്പുണ്ട്. ദിലീപുമായിട്ട് പിരിഞ്ഞതിനു ശേഷം മഞ്ജു അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ അതൊന്നും പുറത്ത് കാണിക്കാതെ, അല്ലെങ്കിൽ ദിലീപുമായിട്ട് പിരിഞ്ഞതിന്റെ കാരണം പോലും ഇന്ന് വരെ പുറം ലോകത്തോട് മഞ്ജു വിളിച്ചു പറഞ്ഞിട്ടില്ല. ദിലീപും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ മഞ്ജുവിന്റെ ക്ഷമ തന്നെയാണ് ഇപ്പോഴും താരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതെന്നാണ് പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായപ്പെടുന്നത്. അതേസമയം മലയാളത്തിലെ ഏറ്റവും സ്റ്റൈലിഷും ഡ്രസ് സെൻസുമുള്ള നടി ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ അത് മഞ്ജു വാര്യരാണെന്ന് പറയാൻ പറ്റും. ലേഡീസിനിടയിലെ ട്രെൻഡ് സെറ്റർ ആണ് ഇന്ന് മഞ്ജു. ഏത് ലുക്കും ഇണങ്ങുന്ന നായിക. നേരത്തെ ഇത്തരത്തിൽ മഞ്ജു പങ്കുവച്ച ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മഞ്ജു അടുത്ത് ജപ്പാനിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പിറന്നാൾ ദിനത്തിലാണ് ജപ്പാൻ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ആദ്യം പങ്കുവച്ചത്. ജാപ്പനീസ് ട്രഡീഷന്റെ ഭാഗമായ കിമോണ എന്ന വേഷം ധരിച്ചായിരുന്നു മഞ്ജു ചിത്രങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ജപ്പാൻ ട്രിപ്പിൽ പകർത്തിയ തന്റെ കുറിപ്പും അധികം ഫോട്ടോകൾ പങ്കുവെച്ച നടി എത്തിയിരുന്നു. കൂടുതൽ സ്നേഹം, കൂടുതൽ ജീവിതം, കൂടുതൽ ഓർമ്മകൾ എന്നുള്ള ക്യാപ്ഷനോടെയായിരുന്നു മഞ്ജു നൽകിയത്. ഒപ്പം യാത്ര, പ്രണയം, ജീവിതം, എന്റെ ഹൃദയത്തിൽ എന്നെന്നും എന്നീ ഹാഷ്ടാഗുകൾ നൽകിയതും. ട്രിപ്പുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ മഞ്ജു പ്രധാനമായും ശ്രദ്ധിക്കുന്നത് സ്റ്റൈലിഷ് ആവുക, കംഫർട്ട് ആയിരിക്കുക എന്നതാണ്. ഇത്തവണയും അതിലെ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. പൊതുവെ ആഭരണത്തോട് കമ്പമില്ല, അതുകൊണ്ട് തന്നെ മിനിമൽ ആക്സസറീസ് മാത്രമേ ധരിക്കാറുള്ളൂ. ചിലപ്പോൾ അതൊരു കമ്മലിലും വാച്ചിലും ഒക്കെ ഒതുങ്ങും. പൊതുവെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് മഞ്ജുവിന്റെ ട്രിപ്പ്. രമേശ് പിഷാരടിയും കുടുംബവും, കുഞ്ചാക്കോ ബൊബനും കുടുംബവും ഒക്കെയാണ് പ്രധാനമായിട്ടും മഞ്ജുവിനോടൊപ്പം ട്രിപ്പിന്റെ ഭാഗമാകുന്നത്. എന്നാൽ അടുത്തിടെയായിട്ട് ഏറെയും സോളോ ട്രിപ്പുകളാണ്. മകൾ മീനാക്ഷിയും മഞ്ജുവിന്റെ യാത്രകൾ ഭാഗമാകുന്നുണ്ടോ എന്നുള്ള സംശയവും ആരാധകർ പ്രകടിപ്പിക്കുന്നുണ്ട്. വിവാഹമോചന ശേഷം ഇന്നേ വരെ മകളെ കുറിച്ച് ഒരു വാക്ക് പോലും മഞ്ജു എവിടെയും സംസാരിച്ചിട്ടില്ല. പക്ഷേ മകളുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുകയും എല്ലാ പോസ്റ്റുകൾക്കും ആദ്യമെത്തി ലൈക്ക് ചെയ്യുകയും ചെയ്യാറുണ്ട്. അമ്മയും മകളും തമ്മിൽ ക്യാമറയ്ക്ക് പിന്നിൽ ഒരു ബോണ്ടിംഗ് ഉണ്ടാകുമെന്നും ഒന്നും പരസ്യമാക്കാത്തത് മീഡിയ ആഘോഷിക്കും എന്നതുകൊണ്ടാകാം എന്നായിരുന്നു ആരാധകർ പറയുന്നത്. പൊതുവെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ നവരാത്രി ആഘോഷത്തിന് എല്ലാ വർഷവും കാവ്യയ്ക്ക് ദിലീപിനൊപ്പം മീനാക്ഷി വരാറുണ്ട്. ഇത്തവണ മീനാക്ഷി എത്തിയിരുന്നില്ല. മീനാക്ഷി എവിടെയെന്ന് മീഡിയ ചോദിച്ചപ്പോൾ പുറത്താണ് എന്നാണ് കാവ്യ മറുപടി നൽകിയത്. അമ്മയുടെ അതേ ഇഷ്ടങ്ങളാണ് മീനാക്ഷിക്കുമുള്ളത്. വണ്ടി ഭ്രാന്തുണ്ട്, നൃത്തത്തോട് താല്പര്യമുണ്ട്, യാത്രകളും ഇഷ്ടമാണ്. മഞ്ജുവിനെ പോലെ തന്നെ വളരെ ശാന്ത സ്വഭാവകാരിയാണ് മീനാക്ഷി. എപ്പോഴും പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്ന മുഖം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടാലും മൈക്കെടുത്ത് സംസാരിക്കാൻ താല്പര്യം കാണിക്കാറില്ല. ദിലീപ് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടറായ മീനാക്ഷി ഡെർമറ്റോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. കാവ്യയ്ക്ക് മഹാലക്ഷ്മി പിറന്ന ശേഷം ദിലീപ് കുടുംബസമേതം ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. അതേസമയം മഞ്ജു വാര്യർക്ക് യോദ്ധാവ് എന്നാണ് അർത്ഥം. ശരിക്കും ഒരു വാര്യർ തന്നെയാണ് മഞ്ജു. അവളുടെ സഹപ്രവർത്തകർ പോലും അത് സാക്ഷ്യപ്പെടുത്തും. ഒരിക്കലും മഞ്ജുവിന്റെ ഒരു നെഗറ്റീവ് മാർക്കും പറയാനില്ല. കാരണം ആ മുഖത്തെ പുഞ്ചിരി പോലെ തന്നെ ശത്രുക്കളോട് പോലും നിറഞ്ഞ പുഞ്ചിരിയോട് മാത്രമേ ഒരു മഞ്ജുവിലെ മലയാളികൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് മലയാളത്തിൽ മാത്രമല്ല, അന്യഭാഷയിലും സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. തമിഴിലെ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം സൂപ്പർ ഹിറ്റുകൾ നേടാൻ ഈ രണ്ടാം വരവിൽ മഞ്ജുവിന് സാധിച്ചു. മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജുവിന്റേത്. 47ലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിന്റെ ഈ യാത്രകൾ അത്ര സുന്ദരമായിരുന്നില്ല. ഏറ്റവും ഒടുവിലെ വിവാദം വരെ ഇതിൽ നിൽക്കുന്നുണ്ട്. പ്രതിബന്ധങ്ങൾ ഒരിക്കലും ഒരു വിവാദവും മഞ്ജുവിനെ ബാധിച്ചിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നെഗറ്റീവിലും അവരെ പറയാൻ ആർക്കുമില്ല. നല്ലൊരു മകളായി, ഭാര്യയായി, അമ്മയായി അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ വന്ന വിഷയങ്ങളെ ഒരു പരാതിയുമില്ലാതെ മഞ്ജു വാര്യർ നേരിട്ടു. കുടുംബ കോടതിയിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ ഇറങ്ങി വരുന്ന മഞ്ജുവിന്റെ മുഖം ഇന്നും അവരെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിലുണ്ട്.
എങ്കിലും ഒരു അവസരത്തിൽ പോലും മുൻ പങ്കാളിയെക്കുറിച്ച് മോശമായൊന്നും അവർ സംസാരിച്ചിട്ടില്ല. അവരുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്തെന്നറിയാൻ മാധ്യമ വിചാരണ പലകുറി നടന്നു. പക്ഷേ അപ്പോഴും സ്വകാര്യതയെ മാനിക്കൂ എന്ന നയമാണ് മഞ്ജു സ്വീകരിച്ചത്. പല അഭിമുഖങ്ങളിലും അവതാരകർ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുന്നു എന്നായിരുന്നു മഞ്ജു പറഞ്ഞത്. ഡിവോഴ്സ് കാലഘട്ടത്തിൽ വന്ന വാർത്തകൾ എപ്പോഴും കേട്ടിരുന്ന ഒന്നാണ് തനിക്ക് വിലപ്പെട്ടതെല്ലാം വിട്ടു നൽകിയാണ് മഞ്ജു ആ പടി ഇറങ്ങിയതെന്ന്. ജീവനാംശം ഒന്നും വാങ്ങാതെ മുൻ പങ്കാളികളുടെ തന്റെ പേരിലും ഉണ്ടായിരുന്നതൊക്കെ തിരിച്ചെഴുതി നൽകി. അതിനേക്കാളൊക്കെ വലുതായി തന്റെ ജീവനായ മകളെയും അദ്ദേഹത്തിനോടൊപ്പം മഞ്ജു അയച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പോലും ആ ഒരു സമയത്ത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും രണ്ടാം വരവിലെ നഷ്ടമായതൊക്കെ മഞ്ജു തിരിച്ചു പിടിച്ചു. 3 കോടിക്കടുത്താണ് ഇന്ന് മഞ്ജുവിന്റെ സാലറി പാക്കേജ് എന്നാണ് റിപ്പോർട്ടുകൾ. പരസ്യങ്ങൾ, ഉദ്ഘാടനങ്ങൾ, അതുപോലെ അംബാസഡർ എന്നിങ്ങനെ മഞ്ജു തുടർന്ന മേഖലയിൽ നിന്നെല്ലാം വരുമാനവും അവരിലേക്ക് എത്തുന്നു.